ഒരു ബൈക്കിന്റെ പ്രൈസിന് കൊണ്ടാൻ പറ്റുന്ന ഒരു കാറാണ്. ഫുൾ ടാങ്ക് ഫ്യൂൽ കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വീഡിയോ കണ്ടു വരുന്ന ഏത് കസ്റ്റമേഴ്സ് ആയാലും ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റ് വന്നാൽ മതി. കിലോമീറ്റർ 7 സീറ്റർ നോക്കുന്നവർക്ക് അതൊരു ബഡ്ജറ്റ് പ്രൈസിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഫുൾ ഓൺ ചെയ്യാം. അതും നമുക്ക് 6 രൂപ 7 രൂപയ്ക്ക് ഒരു മാസം മന്ത്ലി EMI ഇപ്പം മാക്സിമം ഫിനാൻസ് കിട്ടിയാൽ തന്നെ നമുക്ക് ഒരു 5 രൂപ റേഞ്ച് നമുക്ക് നിർത്തി മാസം ഒരു 5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാം. തുടങ്ങുന്ന കിലോമീറ്റർ ആണ് ഒരു 8500 കിലോമീറ്റർ ഈ വണ്ടി 40 രൂപ മിനിമം ഡൗൺ പേയ്മെന്റ് നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഒരു ബൈക്കിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഒരു മാസം നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുക്കണമെങ്കിൽ 5000 ഒക്കെ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റുന്ന ഒത്തിരി വാഹനങ്ങളുണ്ട്. 10000 രൂപയ്ക്ക് മാറ്റി വെക്കണമെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാം. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് 2023 സെൽറ്റോസ് GT ലൈൻ ആണ്. ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത്. ലോ കിലോമീറ്റർ ആണ് വണ്ടി, ഏകദേശം 15 താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ. വാറണ്ടി ഉണ്ടല്ലോ, നമുക്ക് എങ്ങനെയാണ് വാറണ്ടി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ അത്യാവശ്യം മോഡലുള്ള വണ്ടികൾക്ക് 2 ഇയർ വരെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം മോഡൽ കുറഞ്ഞാണെങ്കിൽ പോലും 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് റോഡ് അസിസ്റ്റ് ഉണ്ട്. ഫ്രീ റോഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. ചെറിയൊരു ബഡ്ജറ്റിൽ കൊണ്ടാൻ പറ്റുന്ന 7 സീറ്റർ ഡീസൽ വണ്ടി, ക്വാളിറ്റി വണ്ടി കേട്ടോ, ക്വാളിറ്റി ഉള്ള വണ്ടി. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് മഴക്കാലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നല്ല ബഡ്ജറ്റ് കാറുകളുണ്ട്. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സാധാരണക്കാരന്റെ ബഡ്ജറ്റുള്ള ഒത്തിരി നല്ല വാഹനങ്ങളാണ്. സോ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഉണ്ണിയെ നമ്മളെ ഓഫർ എന്താണെന്ന് പറഞ്ഞാണ് ഇന്നത്തെ നമുക്ക് സ്പെഷ്യൽ ഓഫർ. നമുക്ക് ഫുൾ ടാങ്ക് ഫ്യൂൽ കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വീഡിയോ കണ്ടു വരുന്ന ഏത് കസ്റ്റമേഴ്സ് ആയാലും അല്ലാതെ വരുന്ന കസ്റ്റമേഴ്സ് ആയാലും നമ്മൾ ഏത് വണ്ടി എടുത്താലും ഫുൾ ടാങ്ക് ഫ്യൂല്. അത് മാത്രമല്ല നമ്മുടെ ഹൈലൈറ്റ് എന്ന വാറണ്ടി ഉണ്ടല്ലോ, നമുക്ക് എങ്ങനെയാണ് വാറണ്ടി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ അത്യാവശ്യം മോഡലുള്ള വണ്ടികൾക്ക് 2 ഇയർ വരെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം മോഡൽ കുറഞ്ഞാണെങ്കിൽ പോലും 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ നമുക്ക് റോഡ് അസിസ്റ്റ് ഉണ്ട്. ഫ്രീ റോഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് ആണ്. അപ്പൊ അതായത് നമുക്ക് മഹീന്ദ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്പർ 1 MNC ആണ്. അവരാണ് നമുക്ക് 2 വർഷം വരെ വാറണ്ടിയും അതേപോലെ 1 ഇയർ റോഡ് അസിസ്റ്റന്റ് ഓൾ ഇന്ത്യ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേ കൂടാതെ നമുക്ക് ഈ ഒരു വാഹനങ്ങൾക്ക് നമുക്ക് ചെക്ക് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു യാർഡിലേക്ക് കയറുന്നത് അല്ലെ. അപ്പൊ നമുക്ക് മഴക്കാലമായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇത്തവണ നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് കാറുകളാണ് അല്ലെ. ഒരു ബൈക്കിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഒരു മാസം നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുക്കണമെങ്കിൽ 5000 ഒക്കെ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റുന്ന ഒത്തിരി വാഹനങ്ങളുണ്ട്. അപ്പൊ ഇത്തവണ നമുക്ക് നല്ല സാധാരണക്കാരന് വേണ്ടി. അപ്പൊ നമ്മളെ ഷോറൂമൊക്കെ എങ്ങനെ എത്തിച്ചേരും എന്ന് പറഞ്ഞാണ് കറക്റ്റ് ലൊക്കേഷൻ? നമ്മളെ ഷോറൂമിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല കൊട്ടാരക്കരയാണ് നമ്മളെ ഷോറൂം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ലോവർ കരിക്കും എന്ന് പറയും. വന്നിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. വിളിക്കുമ്പോൾ ബൈക്ക് കൊട്ടാരക്കര അടിച്ചാൽ തന്നെ നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ബുള്ളറ്റിന്റെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബൈക്കിന്റെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാറാണ് ഇയോൺ. എങ്ങനെയായിരുന്നു ഉണ്ണി ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2013 ഇയോൺ ഡെലൈറ്റ് ആണ്. 2013 വണ്ടി. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആണ്, അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. AC പോസ്റ്ററിങ് മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ് അല്ലേ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഉണ്ണി? 65000 കിലോമീറ്റർ വണ്ടി ഓടിക്കാനാണെങ്കിൽ യാതൊരുവിധ കുഴപ്പമില്ല. മെക്കാനിക് ഇഷ്യൂസോ കാര്യമോ ഒന്നുമില്ല. പക്ക നീറ്റ് വണ്ടി. അപ്പൊ ഇതിന്റെ ഒരു ഹൈലൈറ്റ് നമ്മൾ ഈ ഒരു മോഡൽ ആണെങ്കിലും 65000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളതാണ് ഹൈലൈറ്റ്. അത് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? നമുക്കിത് 165 കൊടുക്കും. 165. അപ്പൊ ഒരു മാസം നമുക്കൊരു 5000-6000 രൂപ വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ച് സുഖസുന്ദരമായിട്ട് നമുക്ക് ഈ ഒരു വാഹനം വാങ്ങാൻ പറ്റൂല. അപ്പൊ ചെറിയൊരു എമൗണ്ട് നമ്മൾ മാറ്റി വെച്ചാൽ മതി. ട്രാക്ക് ഒക്കെ മാക്സിമം 10-20 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാമല്ലോ അല്ലെ. അടുത്ത നമുക്കൊരു അടിപൊളി സെഡാനിലോട്ടാണ് പോകുന്നത്. നമുക്കൊരു മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ. അത് നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ്. ഒത്തിരി നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളർ കൂടിയാണ് ഈ വാഹനം വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2021 ഡിസയർ VX ആണ്. 35000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതും ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി നമുക്കൊരു പുതിയൊരു വാഹനത്തിന്റെ അതേ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. 2 സൈഡ് എയർ ബാഗ് വരുന്നുണ്ട്. റിയർ സൈഡ് ആണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് റിയറിൽ AC വെന്റ് വരുന്നുണ്ട്. ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സെമി പ്രീമിയം ലെവലിൽ നല്ല സ്പേഷ്യസും നല്ല ഫീച്ചേഴ്സും അതേപോലെ റിവേഴ്സ് ക്യാമറ സെൻസർ കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തൊരു വണ്ടിയില്ല. അതും ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓൺഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ആണോ വരുന്നത്? സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. നമ്മുടെ പേരിലോട്ട് മാറിയിട്ടാണ് അല്ലേ. ഇപ്പൊ എല്ലാവരും നമുക്ക് പേരിലോട്ട് മാറ്റിയിട്ടാണ് നമുക്ക് വാഹനം കൊടുക്കുന്നത്. അത്രയും ഇതുള്ളത് കൊണ്ട് മാത്രമാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്കിത്? നമ്മളെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 635 ആണ്. നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഹാച്ച് ബാഗിന്റെ പ്രൈസിന് കൊണ്ടാവും. ലോ കിലോമീറ്ററുടെ വണ്ടിയാണ്. 21 മോഡൽ VX. ഏകദേശം നമുക്ക് ഒരു 19 രൂപയ്ക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഒരു 40 രൂപ മിനിമം ഡൗൺ പേയ്മെന്റ് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ. അടുത്ത ഏറ്റവും ടോപ്പ് എൻഡിൽ 7D സീറ്റില് ഒരു കിഡ്ലൻ സെൽറ്റോസ് ആണ്. അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന GT ലൈൻ ആണ്. 7D സീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. എങ്ങനെയായിരുന്നു ഉണ്ണി മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2023 സെൽറ്റോസ് GT ലൈൻ ആണ്.
അത് നമുക്ക് ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത്. അതെ, ഓട്ടോമാറ്റിക് ആണ്. ഏകദേശം ലോ കിലോമീറ്റർ ആണ് വണ്ടി, ഏകദേശം 15 താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് 1595 അതിനകത്ത് തന്നെ ചെയ്തു കൊടുക്കാം. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ്. അത് നമുക്ക് ചെറിയ കിലോമീറ്റർ മാത്രം ഓടിയാണ്. അതെ അതെ. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? നമുക്കൊരു 2 lakhs DP വന്ന് നമുക്ക് ചെയ്തു സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം കേട്ടോ. അടുത്ത നമുക്കൊരു ഒരു വരുമാന മാർഗം എന്നുള്ള രൂപത്തിലുള്ള 7 സീറ്റർ ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ടാക്സി പെർമിറ്റിൽ വരുന്ന ഒരു എർട്ടിക ഉണ്ട്. സാധാരണ നമുക്ക് ടാക്സി പെർമിറ്റിൽ ഇത്തരം വാഹനങ്ങൾ കിട്ടാൻ ഇച്ചിരി പാടാണ്. സോ അത്ര ഒരു നമുക്ക് ഊബറൊക്കെ ഓടിക്കാനൊക്കെ നോക്കുന്നവർക്ക് സംബന്ധിച്ച് അത്യാവശ്യം ഒരു 17-18 മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ 7 സീറ്റർ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? എനിക്ക് അതിന്റെ റേറ്റ് വന്നിട്ടില്ല. വണ്ടി 2012 ആണ്, 1.5 ലക്ഷം കിലോമീറ്റർ. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, മെക്കാനിക് ഇഷ്യൂസ് ഒന്നുമില്ല. എഞ്ചിൻ സൈഡ് നോക്കിയാലോ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കത്തില്ല. മാർക്കറ്റ് നോക്കുമ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ കൊണ്ടാൻ പറ്റുന്ന 7 സീറ്റർ ഡീസൽ വണ്ടി, ക്വാളിറ്റി വണ്ടി കേട്ടോ, ക്വാളിറ്റി ഉള്ള വണ്ടി. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിന് ജസ്റ്റ് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കോൾ ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കില്ല. അടുത്ത നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം പൊതുവെ നല്ല ഫീച്ചേഴ്സും ഉണ്ട്, അതിന് കൂടെ തന്നെ നമുക്ക് നല്ല മൈലേജും അത്യാവശ്യം മെയിൻ്റെനൻസ് ഫ്രീ ഉള്ള ഒരു വാഹനമാണ് ഗ്രാൻഡ് i10 നിയോസ്. അത് നല്ലൊരു അടിപൊളി കളറാണ്. ഈ ഒരു കളർ പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കളർ കൂടിയാണ്. ഇതിലൊക്കെ നോക്കി നമുക്ക് റിയറിൽ നമുക്ക് AC വെന്റ് വരുന്നുണ്ട്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്ന മാനുവൽ വരുന്ന ഒരു അടിപൊളി വാഹനമല്ലേ? സോറി, ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഫസ്റ്റ് എടുത്ത് പറയുന്നത് കിലോമീറ്റർ ആണ്. ഒരു 8500 കിലോമീറ്റർ ഈ വണ്ടി. 2500? അതെ, 8500. അപ്പൊ അതായത് 10,000 താഴെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വണ്ടി തീരെ ഓടിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഓൺഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓൺഷിപ്പ്. 2022 നിയോ സ്പോർട്സ് ആണ്, ഓട്ടോമാറ്റിക് വരുന്ന വണ്ടി. നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് 6.5 അതിനകത്ത് ചെറിയ ഡിസ്കൗണ്ട്. ഇറങ്ങിയ സമയത്ത് നമ്മൾ റേറ്റ് നോക്കണേ ഒരു 2-3 ലക്ഷത്തിന് ഡിഫറൻസ് ആയി. അതിന് 8500 കിലോമീറ്റർ മാത്രമേ നമുക്ക് വണ്ടി ഓടിയിട്ടുള്ളൂ. നമ്മൾ എത്ര രൂപയ്ക്ക് ചെയ്യാം? 6,600 ചെറിയ ഡിസ്കൗണ്ടും വരും, വാറന്റിയിലും നമുക്ക് കൊടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പൊ 2 വർഷം വരെ വാറന്റിയും കിട്ടും. 8500 ഓടിയിട്ടുള്ളൂ. മാക്സിമം ഫുൾ ഓൺ ഒക്കെ ചെയ്തോളൂ. ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്കൊരു ഇയോൺ തന്നെയാണ്. അതൊരു വൈറ്റ് ഫിനിഷിംഗ് വാഹനം. ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു നമുക്ക് ചെറിയൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം മൈലേജും നല്ല ഫീച്ചേഴ്സും നല്ല യാത്ര കംഫർട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ഇത് AC പവർ സ്റ്റിയറിംഗ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള വൈറ്റ് ഫിനിഷിംഗ് വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2015 ഇയോൺ ഡിലൈറ്റ് ആണ്, സിംഗിൾ ഓൺഷിപ്പ് വാഹനം. ഓക്കെ. വണ്ടി അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. അത്യാവശ്യം ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? നിലവിൽ നമുക്കൊരു വർക്കും ചെയ്യിക്കാനൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പുതിയൊരു വാഹനത്തിന് അതേ ഫീൽ കിട്ടുന്നുണ്ട് അല്ല? കിലോമീറ്റർ എത്രയാണ് ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 1 ലക്ഷമാണ്. 1 ലക്ഷം കിലോമീറ്റർ. പക്ഷെ വണ്ടി കണ്ടാൽ 1 ലക്ഷം ഓടി ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല അല്ലെ? നല്ല മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മള് ആസ്കിംഗ് പ്രൈസ് 2.18 നമുക്ക് ഡിസ്കൗണ്ട് വരും. അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ഫുൾ ഓൺ ഒക്കെ ചെയ്യാം. അതും നമുക്ക് 6 രൂപ 7 രൂപയ്ക്ക് ഒരു മാസം മന്ത്ലി EMI ഇപ്പം മാക്സിമം ഫിനാൻസ് കിട്ടിയാൽ തന്നെ നമുക്ക് ഒരു 5 രൂപ റേഞ്ച് നമുക്ക് നിർത്തി കൊടുക്കാം. മാസം ഒരു 5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാം. അടുത്തത് അതിന്റെ നേരെ ചേട്ടനാണ്. നമുക്ക് ഗ്രാൻഡ് i10 ആ ഒരു റേഞ്ചിൽ വരുന്ന എക്സ്റ്റെൻഡ് ഇല്ല, അതിന്റെ ഒരു ഗ്രാൻഡ് i10 സെയിം എഞ്ചിന് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മൈലേജ് കിട്ടും, നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ മെയിൻ്റെനൻസ് വളരെ കുറവുള്ളൊരു വേരിയന്റ് കൂടിയാണ് ഈ ഒരു വാഹനം. എങ്ങനെയായിരുന്നു എക്സ്റ്റെൻഡ് ഡീറ്റെയിൽസ്? എങ്ങനെയായിരുന്നു? 2014 സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്, ഫുൾ ഓപ്ഷൻ SX വേരിയന്റ്. ഓക്കെ. 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്, നല്ല സ്പേഷ്യസ് ആണ്. ഒരു ക്ലാസ് വണ്ടി എന്ന് തന്നെ പറയാം അല്ലെ? നമുക്കൊരു ഫാമിലിക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. അത്യാവശ്യം മൈലേജും കിട്ടും, ലോ മെയിൻ്റെനൻസും ആണ്, നല്ല സ്പേഷ്യസ്, നല്ല ഫീച്ചേഴ്സ് വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. അപ്പോൾ കിലോമീറ്റർ പറഞ്ഞത് 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്ക് ലോൺ ആണെങ്കിൽ ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് വന്നാൽ മതി. 40,000 രൂപ ഉണ്ടെങ്കിൽ സുന്ദരമായിട്ട് വണ്ടി ഇറങ്ങാം. അതൊരു ബഡ്ജറ്റ് പ്രൈസ് അല്ല? എങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിൻ്റെ വരുന്നൊരു ടാറ്റ ടിയാഗോയാണ്. അതും വൈറ്റ് ഫിനിഷിംഗിൽ കമ്പനി ഡുവൽ ടൂൺ ഒക്കെ വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 ടാറ്റ ടിയാഗോ എക്സസർ ആണ്. അത് മാനുവലും ആണ് മാനുവൽ വണ്ടി. അത്യാവശ്യം നല്ല മൈലേജും നല്ല ബോഡി ക്വാളിറ്റിയും. സാധാരണ ഒരു ഫാമിലിക്ക് ഒരു സേഫ്റ്റിയിൽ ഒരു ചെറിയ ബഡ്ജറ്റ് വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. ഒരു 16-17 മൈലേജും കിട്ടും. അത് നമുക്ക് അലോയ്സ്, കമ്പനി അർമന്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 80,000 ആണ്. സിംഗിൾ ഓൺഷിപ്പ് വാഹനം, 2022.
നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് 485 നമുക്കൊരു മിനിമം 30 to 40 മിനിമം ഡൗൺ പേയ്മെന്റ് ഉണ്ടായിരുന്നാൽ മതി. 30,000 രൂപയ്ക്ക് മാറ്റി വെക്കണമെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാം. അതും നമുക്ക് ഏറ്റവും ടോപ്പിന് വേരിയന്റ്. അടുത്ത് നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ്. കാരണം ഫോർഡ് ഇന്ത്യ വിട്ടെങ്കിലും ആസ്പിയറിനൊക്കെ ഇന്നും നമുക്ക് നല്ല ഫാൻസ് ഉണ്ട്. കാരണം ഇത് നല്ല ബിൽഡ് ക്വാളിറ്റിയും നല്ല പെർഫോമൻസും ഒക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 ആസ്പിയർ ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. നിലവിൽ 45,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ, ഈ ഡോർ തുറക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു ബോഡി വെയിറ്റ് നമുക്ക് നല്ല ഫീൽ ചെയ്യൂല. നമുക്ക് നല്ലൊരു ഫാമിലിയുടെ സേഫ്റ്റി ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ക്വാളിറ്റി ഡ്രൈവിംഗ് ഫീലും തരും. ഓക്കെ, അത് സ്റ്റെബിലിറ്റി അടിപൊളിയാണ് അല്ലേ? കാരണം ഫോർഡിന്റെ വണ്ടികളുടെ ഒരു ഹൈലൈറ്റ് അത് തന്നെയാണ്. ഡ്രൈവിംഗ് കംഫർട്ട് വളരെ അപാരമായിരിക്കും. അതേപോലെ സ്റ്റെബിലിറ്റി, അതേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി, വെയിറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? നമുക്കൊരു 50 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ട്. 50 രൂപ ഉണ്ടെങ്കിൽ സുന്ദരമായിട്ട് നമുക്ക് ഫോർഡ് നിർത്തി ടെൻഷൻ ഉണ്ട്. നമ്മൾ ഇതിനും 1 year വാറന്റി കൊടുക്കും. 1 year വാറന്റി നമുക്ക് കൊണ്ടുപോകാൻ കിട്ടുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് സർവീസ് എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് അടുത്തൊരു കൊമേഴ്ഷ്യൽ പർപ്പസും അതേപോലെ തന്നെ നമുക്ക് ഫാമിലി പർപ്പസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഒമ്നി. കാരണം നമുക്ക് സ്കൂളൊക്കെ തുറക്കാനായി, അപ്പോൾ വാനൊക്കെ ആയിട്ട് ഉദ്ദേശിക്കുന്നവർക്കും നമുക്ക് ഈ ഒരു സമയത്ത് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ഒമ്നിയുടെ ഡീറ്റെയിൽസ്? എങ്ങനെയായിരുന്നു? ഇത് 2017 ഒമ്നി 5 സീറ്റർ ആണ്. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല. ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, നമ്മളെ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് നിന്ന് 2.5 അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. മാക്സിമം നമുക്ക് ലോണും ചെയ്യാം. ലോൺ നമുക്കൊരു 50 to 60 ഡൗൺ പേയ്മെന്റ് വന്നാൽ മതി. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങും ചെയ്യാം. അടുത്ത് നമുക്കൊരു കിട്ടുന്ന ഓൾട്ടോ കേട്ടനാണ്. നല്ല അടിപൊളി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീന്. ഒരു പുതിയൊരു വാഹനത്തിന് അതേ ഫീലുള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2014 ആൾട്ടോ കേട്ടനാണ്. ഓക്കെ, വണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ഇന്ന് വൈകിട്ടേ വണ്ടി വന്നത്. അപ്പം ഈ ടൈപ്പ് നോക്കുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. നമുക്ക് ഇന്ന് ഈവനിങ്ങോടെ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത് വീഡിയോ എടുക്കുന്നതിന്റെ ഇന്ന് ഈവനിങ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ വീഡിയോ ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് ചെറിയ ബഡ്ജറ്റ് 19 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വേണ്ടി വരില്ല. പിന്നെ വലിയൊരു എമൗണ്ട് വരാൻ ചാൻസ് ഇല്ല. കാരണം 14 ആൾട്ടോ കേട്ടനാണ്. ചെറിയ എമൗണ്ട് വരുള്ളൂ. അപ്പൊ ഒരു ബൈക്കിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നോക്കാൻ പറ്റും. ഈ ടൈം ഈ ഒരു നമ്മുടെ കാലാവസ്ഥയിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് പറയാം. അടുത്ത് നമുക്ക് ഏറ്റവും ടോപ്പ് ലോഡിലുള്ള ഒരു റിഡ്സ് വരുന്നുണ്ട്. റിഡ്സ് ഒക്കെ നമുക്ക് ഏറ്റവും ടോപ്പ് ലോഡ് ZX ഒക്കെ കിട്ടാൻ ഇച്ചിരി പാടാണ്. സോ അതേപോലെ നമുക്ക് നല്ലൊരു ഫാമിലിക്ക് അതും നല്ല യാത്ര കംഫർട്ടിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. എങ്ങനെയായിരുന്നു റിഡ്സ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2012 പെട്രോൾ ആണ്. ZXi സെക്കൻഡ് ഓണർഷിപ്പ്. ഏകദേശം 80,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും വന്നിട്ടില്ല. പിന്നെ ലോണ് പാടായിരിക്കും. മാക്സിമം എന്ന് വെച്ചാൽ ഡൗൺ പേയ്മെന്റ് ഇത് നമുക്ക് റെഡി പേയ്മെന്റ് എടുക്കുന്ന രീതിക്കായിരിക്കും വണ്ടിയുടെ റേറ്റും കാര്യങ്ങളും മാക്സിമം അഡ്ജസ്റ്റ് അതെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, അടുത്ത നമുക്കൊരു എലൈറ്റ് i20 ആണ്. എലൈറ്റിന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ ആണ്. അതൊരു അടിപൊളി ഗ്രേ ഫിനിഷിംഗ് ആണ് വണ്ടി വരുന്നത്. 2019 മോഡൽ വണ്ടിയില്ല. 19 മോഡൽ. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 19 മാഗ്നയാണ്. സിംഗിൾ ഓൺഷിപ്പ് വാഹനം. വണ്ടി ക്വാളിറ്റി എന്ന് വെച്ചാൽ അത്രയും നല്ല ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് കൊടുക്കുന്ന ക്യാഷിലുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവുന്നതാണ്. ഒരു മാഗ്ന ആണെങ്കിൽ പോലും നമുക്ക് അതിൽ റിയറിൽ AC വെന്റ് വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സുകളും സ്കേറ്റിങ്ങും ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു കിട്ടുന്ന വണ്ടിയാണ്. കിലോമീറ്റർ പറഞ്ഞാൽ 60,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ആണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമ്മളെ ആസ്കിംഗ് പ്രൈസ് 5.5 നമുക്ക് മിനിമം ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റ് വന്നാൽ മതി. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അതാണ് ഏറ്റവും നല്ലൊരു അടിപൊളി ഓപ്ഷനാണ്. കാരണം നല്ല ഫീച്ചേഴ്സും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ് അല്ലേ. അടുത്ത നമുക്കൊരു 7 സീറ്റർ ആണ്. അതൊരു ബഡ്ജറ്റ് പ്രൈസിൽ അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ബൊലേറോ നിയോ. ബൊലേറോന്റെ പുതിയ അപ്ഡേറ്റഡ് വേർഷനാണ്. അത്യാവശ്യം നമുക്ക് ഒരു ബഡ്ജറ്റ് പ്രൈസിൽ തന്നെ ഈ വാഹനം കൊണ്ടാവും. അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഡീസൽ അല്ല വണ്ടി വരുന്നത്? ഡീസലാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2023 ബൊലേറോ നിയോ T6 ആണ്. T4 T6 ആണ് വേരിയന്റ്. വണ്ടി റേറ്റ് കാര്യങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഏകദേശം 7,500-8,000 കിലോമീറ്റർ വണ്ടി ഓടി. ചെറിയ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ശരിക്കും ലോ കിലോമീറ്റർ 7 സീറ്റർ നോക്കുന്നവർക്ക് അതൊരു ബഡ്ജറ്റ് പ്രൈസിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യട്ടോ. ഞാനൊരു TV 300 ആണ്. അത് ഫുൾ ബ്ലാക്കിൽ വിത്ത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിടൽ SUV ആണ്. അത്യാവശ്യം നല്ല മൈലേജും നല്ല ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022
W4 ആണ്. 2024 W4 ആണ് വണ്ടി. ഓക്കെ, നല്ല സ്പേഷ്യസ് ആണ് വണ്ടി അല്ലേ? ഫുൾ ബ്ലാക്ക് ആണ്, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും എല്ലാം വരുന്നുണ്ട്. സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഡീസൽ വണ്ടി അല്ലേ വരുന്നത്? ഇത് പെട്രോൾ ആണ്. 8000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 8000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അല്ലേ? എത്രയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 845. 845. മാക്സിമം ഫുൾ ഓണും ചെയ്യാം കിട്ടുന്നതാണ്. ഈ ഒരു വണ്ടി കാരണം മാക്സിമം നമുക്ക് റേറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പിന്നെ ഫിനാൻസ് പാസ് ആവുന്ന ഒരു വണ്ടിയാണ്. സോ ട്രാക്കിനെയും ഫുൾ ഓണിൽ ചെറിയ ബഡ്ജറ്റ് നമുക്ക് ഉണ്ടാവും. അടുത്ത നമുക്ക് വീണ്ടും നമുക്ക് ഒമ്നിന്ന് അല്ല ഒന്നുകൂടെ ഒരു അപ്ഗ്രേഡ് ഒക്കെ ചെയ്യണം ഉദ്ദേശിക്കുന്നവർക്ക് ഇത് AC ഉള്ള വണ്ടിയാണോ? ഇത് 7 സീറ്റർ സ്റ്റാൻഡേർഡ് ആണ്. 7 സീറ്റർ ആണ്. സോ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇന്റീരിയർ നോക്കി നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. അതേപോലെ നമുക്ക് ഒമ്നി അപേക്ഷിച്ച് ഒന്നുകൂടി ബോഡി വെയിറ്റും ഒന്നുകൂടെ നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. 7 സീറ്റർ ആണ്. എങ്ങനെയായിരുന്നു ഉണ്ണി മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2023 ഈക്കോ 7 സീറ്റർ ആണ്. സിംഗിൾ ഓൺഷിപ്പ് വാഹനം. 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു 7 സീറ്റർ വാഹനം, അത് 30,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വാഹനമാണ്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം? നമുക്ക് ഡൗൺ പേയ്മെന്റ് 40 രൂപ ഉണ്ടെങ്കിൽ ബാക്കി ഫിനാൻസ് 40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ല? അടുത്ത നോക്കണം, നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഏറ്റവും ന്യൂ മോഡൽ വരുന്ന ഒരു സാൻഡ്രോ അല്ല? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2021 സാൻഡ്രോ ആണ്. മാഗ്ന സിംഗിൾ ഓൺഷിപ്പ് വാഹനം. 45,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ ആണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങൾ, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, എയർ ബാഗ്സ്, അതേപോലെ തന്നെ നമുക്ക് റിയർ സൈഡ് നോക്കുകയാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ് വാഹനം വരുന്നത്. അതും ചെറിയ കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ആണോ വരുന്നത്? ഓൺഷിപ്പ് സിംഗിൾ ആണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ആസ്കിംഗ് പ്രൈസ് 385 ആണ്. ചെറിയ ഡിസ്കൗണ്ടും വരും. നമുക്ക് 2 ഇയർ വാറന്റിയും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു വാഹനമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാസം 5,000-6,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് EMI ആയിട്ട് നമുക്ക് മാക്സിമം ഒരു 6,500 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു എന്ന് വെച്ചാൽ മിനിമം ഒരു 40-50 ആ റേഞ്ച് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 6,500 താഴെ നിർത്തി സുഖമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് കേട്ടോ. അത് നമുക്ക് അത്യാവശ്യം മൈലേജും ഫീച്ചേഴ്സും ഉള്ള ഒരു വാഹനം അല്ല? അടുത്ത നമുക്ക് റെനോയുടെ ഒരു ക്ലൈംബർ ആണ്. സ്പെഷ്യൽ എഡിഷൻ ആണ് കിട്ടിന്റെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2019 ക്ലൈംബർ. 65,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഓക്കെ, നമ്മളെ 2 ഇയർ വാറന്റി ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് അല്ലേ? RXT ആണ്. ഇത് എത്രയായിരുന്നു നമ്മൾ ചോദ്യം? എങ്ങനെയായിരുന്നു? നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് 345. ചെറിയൊരു പ്രൈസ് ആണ്. ഫുൾ ഓൺ ഒക്കെ ട്രാക്കിന് ഇറക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു പറഞ്ഞ പോലെ 5,000-6,000 രൂപയ്ക്ക് സുഖമായിട്ട് വണ്ടി ഇറങ്ങും. അത് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് റെനോ ഡസ്റ്റർ അല്ലേ? അത് നമുക്ക് അത്യാവശ്യം നല്ല കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം ഫീച്ചേഴ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന വാഹനമാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ് അല്ലേ? സ്റ്റാൻസ്ട്രോം സ്പെഷ്യൽ എഡിഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 85 PS RXS ആണ് വേരിയന്റ്. ഓക്കെ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 565 ആണ്. 85 PS ആണ്. സോ മൈലേജ് ഉണ്ടാവും, മെയിൻ്റെനൻസ് കുറവായിരിക്കും. നമുക്കൊരു ബെസ്റ്റ് പ്രൈസ് ആണ്. അതേപോലെ മാക്സിമം 19 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. അടുത്ത് വീണ്ടും ഒരു കിഡ് ആണ് വരുന്നത്. 1 ലിറ്റർ ആണ് വണ്ടി വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. 4 ടയറും കാര്യങ്ങളെല്ലാം പുത്തന കിടക്കുന്നത്. ഓക്കെ, നമുക്ക് 45,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഇതും ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. RXT തന്നെയാണ് വരുന്നത്. ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതേപോലെ നമുക്കൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ബൈക്കിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഒരു ബൈക്കിന്റെ EMI നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. എത്ര ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റുന്നത്? നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് 25-30 ആ റേഞ്ച് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. എമൗണ്ട് എങ്ങനെയായിരുന്നു? 345 സിംഗിൾ ഓൺഷിപ്പ് വാഹനം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടായിരുന്നത് നമ്മൾ കാർ ആൻഡ് ബൈക്കിലാണ്. ഒത്തിരി കളക്ഷൻസ് കൂടി നമുക്ക് വാഹനങ്ങൾ കയറാനുണ്ട്. നിലവിലൊക്കെ നമുക്ക് പോളിഷിങ്ങിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി ഔട്ട് ഓഫിലാണ്. സോ നിങ്ങൾ ഏത് വാഹനത്തിന് വേണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. കാരണം നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ഒത്തിരി നല്ല വാഹനങ്ങളാണ് ഇത്തവണ. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് കാറുകൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ അതെല്ലാം നമുക്കൊരു 5,000-6,000 രൂപ ഒരു മാസം നിങ്ങൾ മാറ്റി വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയും വാറണ്ടിയും ലോ കിലോമീറ്റർ ഉള്ള വാഹനങ്ങൾ നോക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കാർ ആൻഡ് ബൈക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ലോവർക്കരിക്കാണ്. എഴുത്താണി റെസ്റ്റോറൻറ്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ ഈ ഒരു മഹീന്ദ്ര കാർ ആൻഡ് ബൈക്ക് ഫസ്റ്റ് ചോയ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്പറൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഉണ്ണി സൈനിങ് ഓഫ്.